നമസ്കാരം. F&S ഫാർമ വേഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഫാത്തിമ ബീഗം. ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് 2017 നടത്തിയ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എക്സാമിനേഷൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ വീഡിയോയിൽ പാർട്ട് 5 ഡിസ്കഷനാണ് ചെയ്യുന്നത്. 11 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 58 തുടങ്ങിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കളർ ഓൺ ദ സർഫസ് ഓഫ് കളേർഡ് ടാബ്ലറ്റ് ഇസ് കോൾഡ് എസ്. ഓപ്ഷൻ എ ക്രാക്കിംഗ്, ബി സ്റ്റിക്കിംഗ്, സി മോട്ട്ലിംഗ്, ഡി ക്യാപ്പിംഗ്. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി മോട്ട്ലിംഗ്. നമുക്കറിയാം, ഒരു ഐഡിയൽ ടാബ്ലറ്റ് എന്ന് പറയുന്നത് അതിൽ ഫങ്ഷണലോ അല്ലെങ്കിൽ ഫ്രീ ഫ്രം എനി ടൈപ്സ് ഓഫ് വിഷ്വലോ ഡിഫക്റ്റ് കാണാൻ പാടില്ല. ഡിഫക്ട്സ് ഡിഫറെൻറ്റ് പ്രോസസ്സ് കാരണം ഉണ്ടാവാം. ഒന്നില്ലെങ്കിൽ ടാബ്ലറ്റ് പ്രോസസ്സിലുള്ള ഇംപെർഫെക്ഷൻ കാരണം, അതല്ലെങ്കിൽ ഫോർമുലേഷനിലെ ഇംപെർഫെക്ഷൻസ് കാരണം, മെഷീനിലുള്ള ഇംപെർഫെക്ഷൻസ് കാരണമൊക്കെ വിഷ്വൽ അല്ലെങ്കിൽ ഫങ്ഷണൽ ഡിഫക്റ്റ് ഉണ്ടാവാം. ടാബ്ലറ്റ് പ്രോസസ്സിങ്ങിലെ ഡിഫക്റ്റിൻ്റെ എക്സാമ്പിൾസ് ആണ് ക്യാപ്പിംഗ്, ലാമിനേഷൻ, ക്രാക്കിംഗ്, ചിപ്പിംഗ്, സ്റ്റിക്കിംഗ്, പിക്കിംഗ്, ബൈൻഡിങ്, മോട്ട്ലിംഗ്, ഡബിൾ ഇംപ്രഷൻ, ക്രാക്കിംഗ് ഒക്കെ. സോ എന്താണ് ഓപ്ഷൻ എയിലെ ക്രാക്കിംഗ്? സ്മോൾ ഫൈൻ ക്രാക്സ് ഒബ്സർവ്ഡ് ഓൺ ദ അപ്പർ ആൻഡ് ലോവർ സെൻട്രൽ സർഫസ് ഓഫ് ടാബ്ലറ്റ്സ്, അല്ലെങ്കിൽ വെരി റയർലി ഓൺ ദ സൈഡ് വാൾ, അതിനെയാണ് നമ്മൾ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബിയിലെ സ്റ്റിക്കിംഗ് എന്ന് പറഞ്ഞാൽ ഡൈ വാളിൽ ടാബ്ലറ്റ് മെറ്റീരിയൽ അഡ്ഹർ ചെയ്താൽ അതിനെ സ്റ്റിക്കിംഗ് എന്ന് പറയും. സിയിലെ മോട്ട്ലിംഗ് എന്ന് പറഞ്ഞാൽ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കളർ ഓൺ ദ ടാബ്ലറ്റ്. ഈ മോട്ട്ലിംഗ് ഒരുപാട് കോസസ് കാരണം ഉണ്ടാവാം. ഒന്നില്ലെങ്കിൽ ഡ്യൂ ടു ദ യൂസ് ഓഫ് എ കളേർഡ് ഡ്രഗ് അലോങ് വിത്ത് കളർലെസ് അല്ലെങ്കിൽ വൈറ്റ് കളേർഡ് എക്സിപിയൻസ്. അതും അല്ലെങ്കിൽ ഡൈ മൈഗ്രേറ്റ് ചെയ്യും. എപ്പോൾ? ഡ്യൂറിങ് ദ സർഫസ് ഡൈ വിൽ മൈഗ്രേറ്റ് ടു ദ സർഫസ് ഓഫ് ഗ്രാനുലേഷൻ വൈൽ ഡ്രൈങ് സമയത്ത്. അതും അല്ലെങ്കിൽ ഇംപ്രോപ്പർലി ഡൈ മിക്സ് ചെയ്യുകയാണെങ്കിൽ, എസ്പെഷ്യലി ഡയറക്റ്റ് കംപ്രഷൻ്റെ ഒക്കെ സമയത്ത്, അതുപോലെ ഇംപ്രോപ്പർലി കളേർഡ് ബൈൻഡർ സൊല്യൂഷൻ മിക്സ് ചെയ്യുകയാണെങ്കിലൊക്കെയാണ് സാധാരണ രീതിയിൽ മോട്ട്ലിംഗ് ഉണ്ടാകുന്നത്. നമുക്ക് എന്തൊക്കെ റെമഡീസ് ഇതിന് ചെയ്യാം? അപ്രോപ്രിയേറ്റ് കളറൻസ് യൂസ് ചെയ്താൽ, അതുപോലെ തന്നെ സോൾവൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ബൈൻഡർ ചേഞ്ച് ചെയ്താൽ, ഡ്രൈയിങ് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്താൽ, സ്മോൾ പാർട്ടിക്കിൾ സൈസ് യൂസ് ചെയ്താൽ, പ്രോപ്പർലി മിക്സ് ചെയ്ത് സൈസ് റെഡ്യൂസ് ചെയ്തിട്ട് സെഗ്രിഗേഷൻ പ്രിവെൻറ്റ് ചെയ്താലൊക്കെ നമുക്ക് മോട്ട്ലിംഗ് ഒഴിവാക്കാം. ഓപ്ഷൻ ഡിയിലെ ക്യാപ്പിംഗ് എന്താണ്? When the upper or lower segment of the tablet separates horizontally during ejection from the tablet press അല്ലെങ്കിൽ subsequent handling, that condition is known as capping. അപ്പോൾ 58th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി മോട്ട്ലിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 59. The material used in enteric coating. ഓപ്ഷൻ എ PG400, ഓപ്ഷൻ ബി കാർബോവാക്സ്, ഓപ്ഷൻ സി ഹൈഡ്രോക്സിപ്രോപ്പിൽ സെല്ലുലോസ്, ഓപ്ഷൻ ഡി സെല്ലുലോസ് അസറ്റേറ്റ് താലേറ്റ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി സെല്ലുലോസ് അസറ്റേറ്റ് താലേറ്റ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് എൻറ്ററിക് കോട്ടിംഗ് എന്ന് പറയുന്നത്? എൻറ്ററിക് കോട്ടിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ യൂസ്ഫുൾ സ്ട്രാറ്റജി ഫോർ ഓറൽ ഡെലിവറി ഓഫ് ദി ഡ്രഗ്സ് ആണ്. എങ്ങനെയുള്ള ഡ്രഗ്സ്? വിച്ച് റാപ്പിഡ്ലി ഡീഗ്രേഡ് ഇൻ ദ സ്റ്റൊമക്ക്. This enteric coating, it prevents the drug being released in the acidic conditions of stomach before reaching the intestine. ഒരു പോളിമർ ബാരിയർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഓറൽ മെഡിക്കേഷന്. അത് സ്റ്റൊമക്കിലെ അസിഡിക് pHൽ എന്ത് ചെയ്യത്തില്ല, റിലീസ് ചെയ്യത്തില്ല. മറിച്ച് അത് ബൈപ്പാസ് ചെയ്ത് ഇൻറ്റസ്റ്റൈനിൽ പോയിട്ട് മാത്രമാണ് റിലീസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് നോൺ ആസ് എൻറ്ററിക് കോട്ടിംഗ്. കമ്പോസിഷൻ എന്ന് പറയുന്നത് സെല്ലുലോസ് അസറ്റേറ്റ് ടാലേറ്റ്, മീഥൈൽ അക്രിലേറ്റ്, സെല്ലുലോസ് അസറ്റേറ്റ് സക്സിനേറ്റ്, ഹൈഡ്രോക്സിപ്രോപ്പിൽ മീഥൈൽ സെല്ലുലോസ് ടാലേറ്റ്, ഹൈഡ്രോക്സിപ്രോപ്പിൽ മീഥൈൽ സെല്ലുലോസ് അസറ്റേറ്റ് സക്സിനേറ്റ്, ദെൻ പോളിവിനൈൽ അസറ്റേറ്റ്, ടാലേറ്റ്, ഷെല്ലാക്, സോഡിയം ആൽജിനേറ്റ്, സെയിം, ഇതൊക്കെയാണ് കോമ്പോസിഷനിലുള്ളത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സെല്ലുലോസ് അസറ്റേറ്റ് ടാലേറ്റ്. ഓപ്ഷൻ എയിലെ PG400 എന്താണ്? ഇറ്റ് ഇസ് എ പോളിയെത്തിലീൻ ഗ്ലൈക്കോൾ ആണ്. കാർബോവാക്സും എ ടൈപ്പ് ഓഫ് പോളിയെത്തിലീൻ ഗ്ലൈക്കോൾ ആണ് വിച്ച് ഇസ് യൂസ്ഡ് ആസ് എക്സിപിയൻറ്റ്. ദെൻ സിയിലെ ഹൈഡ്രോക്സിപ്രോപ്പിൽ സെല്ലുലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഡെറിവേറ്റീവ് ഓഫ് സെല്ലുലോസ് വിത്ത് വാട്ടർ ആൻഡ് ഓർഗാനിക് സൊല്യൂബിലിറ്റി. 2 സൊല്യൂബിലിറ്റി ഉണ്ട് ആൻഡ് ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് ആൻ എക്സിപിയൻറ്റ്. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ ടോപ്പിക്കൽ ഒപ്താൽമിക് പ്രൊട്ടക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് ഹൈഡ്രോക്സിപ്രോപ്പിൽ സെല്ലുലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 60. Alkylation of protein molecule is the mechanism of sterilization by
Option A, dry heat. Option B, heating with a bactericide. Option C, ethylene oxide. Option D, moist heat. ഏതാണ് ഇതിലെ കറക്റ്റ് ആൻസർ? ആൽക്കലേഷൻ ഓഫ് പ്രോട്ടീൻ എന്തിൻ്റെ മെക്കാനിസമാണ് ഈ തന്നിരിക്കുന്നതിൽ? കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, എത്തിലിൻ ഓക്സൈഡ്. സ്റ്റെറിലൈസേഷൻ പ്രോസസ് എന്താണ്? ഇറ്റ് ഇസ് ദ പ്രോസസ് ദാറ്റ് എലിമിനേറ്റ്സ്, റിമൂവ്സ് ഓർ കിൽസ് ഓർ ഡീആക്ടിവേറ്റ്സ് ദ മൈക്രോ ഓർഗാനിസംസ്. ഈ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു ഫിസിക്കൽ മെത്തേഡ്, കെമിക്കൽ മെത്തേഡ് ആൻഡ് മെക്കാനിക്കൽ മെത്തേഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫിസിക്കൽ മെത്തേഡിൽ വരുന്നതാണ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, സ്റ്റെറിലൈസേഷൻ ബൈ റേഡിയേഷൻ. കെമിക്കൽ മെത്തേഡിൽ വരുന്നതാണ് ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ, സ്റ്റെറിലൈസേഷൻ ബൈ ഡിസിൻഫെക്റ്റൻസ്. മെക്കാനിക്കലിൽ വരുന്നതാണ് ഫിൽട്രേഷൻ ത്രൂ ബാക്ടീരിയൽ പ്രൂഫ് ഫിൽട്ടർ. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ്റെ എക്സാമ്പിളാണ് ഹോട്ട് എയർ ഓവൻ. ആൻഡ് ദ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ഫോർ ദിസ് ഹോട്ട് എയർ ഓവൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 hours at 160 degrees Celsius ആണ്. മെക്കാനിസം എന്താണ്? ഓക്സിഡേഷൻ ഓഫ് എസെൻഷ്യൽ സെൽ കോൺസ്റ്റിറ്റ്യുവൻസ്, thereby destroying the microbes. നെക്സ്റ്റ്, മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് ഓട്ടോക്ലേവ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, വൈഡ്ലി യൂസ്ഡ്. ആൻഡ് ദ ജനറൽ സൈക്കിൾ എന്ന് പറയുന്നത് 121 degrees Celsius for 3 to 15 minutes depending upon the compound or depending upon the substance to be sterilized, and 15 psi or 100 kilopascal pressure യൂസ് ചെയ്യും. അതാണ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ. ആൻഡ് ദ മെക്കാനിസം ഇസ് ഡീനാച്ചുറേഷൻ ഓഫ് ദ പ്രോട്ടീൻ ഓഫ് മൈക്രോബ്സ്. നെക്സ്റ്റ്, ഹീറ്റിംഗ് വിത്ത് എ ബാക്ടീരിയോസൈഡിൽ it is used for the sterilizing aqueous solution and suspension that are destroyed by high temperature of this autoclaving. അവിടെ നമ്മൾ ബെൻസാൽക്കോണിയം ക്ലോറൈഡ് ബാക്ടീരിയസൈഡ് ഇട്ട് ട്രീറ്റ് ചെയ്യും. 0.01%, അതല്ലെങ്കിൽ ക്ലോർ ക്രിസോൾ 0.2% ബാക്ടീരിയസൈഡൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹീറ്റ് ചെയ്തിട്ട് മൈക്രോബ്സിനെ ഡിസ്ട്രക്റ്റ് ചെയ്യും. നെക്സ്റ്റ്, കെമിക്കൽ സ്റ്റെറിലൈസേഷൻ്റെ എക്സാമ്പിളാണ് ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ. അതിൽ വരുന്നതാണ് എത്തിലിൻ ഓക്സൈഡ്. എത്തിലിൻ ഓക്സൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കളർലെസ് ഗ്യാസ് ആണ് അറ്റ് റൂം ടെമ്പറേച്ചർ. ആൻഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് മൈക്രോബ്സ് എന്താണ്? എത്തിലിൻ ഓക്സൈഡ് ഇറ്റ് കിൽസ് ദ മൈക്രോബ്സ് ബൈ ആൽക്കലേഷൻ ഓഫ് ദ പ്രോട്ടീൻ മോളിക്യൂൾസ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 60യുടെ ആൻസർ ആണ് ഓപ്ഷൻ സി, എത്തിലിൻ ഓക്സൈഡ്. ക്വസ്റ്റ്യൻ നമ്പർ 61, 1 fluid ounce. ഓപ്ഷൻ എ 25 ml, ബി 50 ml, സി 20 ml, ഡി 30 ml. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി 30 ml. 1 fluid ounceൻ്റെ ആക്ച്വൽ വാല്യൂ 29.574 milliliters ആണ്. അപ്പോൾ അപ്രോപ്രിയേറ്റ് റിസൾട്ട് വേണമെങ്കിൽ വി ഷുഡ് മൾട്ടിപ്ലൈ ദ വോളിയം ബൈ ദിസ് വാല്യൂ 29.574. നമുക്കത് റൗണ്ട് ചെയ്തിട്ട് 30 ml എന്ന് പറയാം. Question number 62. The first edition of Pharmacopoeia of India was published in option A 1955, option B 1966, option C 1951, option D 1967. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ 1955. ഫസ്റ്റ് എഡിഷൻ പബ്ലിഷ് ചെയ്തത് 1955, സെക്കൻഡ് എഡിഷൻ 1966, തേർഡ് എഡിഷൻ 1985, ഫോർത്ത് എഡിഷൻ 1996, ഫിഫ്ത്ത് എഡിഷൻ 2007, സിക്സ്ത് എഡിഷൻ 2010, സെവൻത്ത് എഡിഷൻ 2014, eighth edition 2018, and its addendum published in 2019. Next question, question number 63. The mill which works on the principle of impact and attrition. Option A, roller mill. Option B, ball mill. Option C, hammer mill. Option D, cutter mill. ഏതാണ് ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ ബി, ബോൾ മിൽ. നമുക്കറിയാം സൈസ് റിഡക്ഷൻ ഇസ് ദ പ്രോസസ് ബൈ റെഡ്യൂസിങ് ദ ലാർജ് സോളിഡ് യൂണിറ്റ് മാസ് ഇൻ ടു സ്മോൾ യൂണിറ്റ് മാസ്. ആൻഡ് ദ മെക്കാനിസം എന്ന് പറയുന്നത് ഇമ്പാക്ട് ടൈപ്പ് ഓഫ് സ്ട്രെസ്സും അട്രീഷൻ ടൈപ്പ് ഓഫ് സ്ട്രെസ്സും മെക്കാനിസത്തിലുണ്ട്. ഇമ്പാക്ട് മെക്കാനിസത്തിൻ്റെ എക്സാമ്പിളാണ് വർക്ക് ചെയ്യുന്ന മില്ലിൻ്റെ എക്സാമ്പിളാണ് ഹാമർ മിൽ. അട്രീഷൻ്റെ എക്സാമ്പിളാണ് അട്രീഷൻ മിൽ. ബോൾ മില്ലിൻ്റെ പെക്യുലാരിറ്റി എന്താണ്? ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ബോത്ത് ഇമ്പാക്ട് ആൻഡ് അട്രീഷൻ. ബോൾ മില്ലിന് വേറൊരു പേരുണ്ട്, പെബിൾ മിൽ അല്ലെങ്കിൽ ടംബ്ലിംഗ് മിൽ എന്നും പറയും. ഇമ്പാക്ട് ബിറ്റ്വീൻ ദ റാപ്പിഡ്ലി മൂവിങ് ബോൾ ആൻഡ് പൗഡേർഡ് മെറ്റീരിയൽ ആണ് പ്രിൻസിപ്പിൾ. ആൻഡ് അറ്റ് ലോ സ്പീഡ് അട്രീഷൻ ഇസ് പ്രിഡോമിനൻറ്റ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 63യുടെ ആൻസർ ആണ് ഓപ്ഷൻ ബി, ബോൾ മിൽ. ദ മിൽ വിച്ച് വർക്ക്സ് ദ പ്രിൻസിപ്പിൾ ഓഫ് ബോത്ത് ഇമ്പാക്ട് ആൻഡ് അട്രീഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 64. The ratio 4:2:1 oil is to water is to gum can be used for which oil? Option A, almond oil. Option B, peppermint oil. Option C, liquid paraffin.
ഓപ്ഷൻ ഡി സിനമൺ ഓയിൽ. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആൽമണ്ട് ഓയിൽ. ഇവിടെ നമ്മൾ ആദ്യം എമൽഷൻസ് നമുക്കറിയാം. എമൽഷൻസ് ആർ തെർമോഡൈനാമിക്കലി അൺസ്റ്റേബിൾ സിസ്റ്റം ഓഫ് ടു ഇമ്മസിബിൾ ലിക്വിഡ്സ് ആണ്. വൺ ഓഫ് വിച്ച് ഇസ് ഡിസ്പേഴ്സസ് ഫൈൻ ഗ്ലോബ്യൂൾസ്, അതിനെ നമ്മൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയും, ഓവർ ദ അതർ വിച്ച് ഇസ് നോൺ ആസ് ഡിസ്പേർഷൻ മീഡിയം. ആൻഡ് ദ സിസ്റ്റം ഇസ് സ്റ്റെബിലൈസ്ഡ് ബൈ ആൻ എമൽസിഫൈങ് ഏജൻറ്റ്. ഈ എമൽഷൻസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ, വാട്ടർ ഇൻ ഓയിൽ എമൽഷൻ, മൾട്ടിപ്പിൾ എമൽഷൻ, മൈക്രോ എമൽഷൻസ്. ഈ എമൽഷൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് ഡ്രൈ ഗം മെത്തേഡ്, വെറ്റ് ഗം മെത്തേഡ്, ബോട്ടിൽ മെത്തേഡ്. അപ്പോൾ പ്രപ്പോർഷൻ ഓഫ് ഓയിൽ വാട്ടർ ഗം ഫോർ ഫോർമേഷൻ ഓഫ് പ്രൈമറി എമൽഷൻ എന്ന് പറയുന്നത് പ്രപ്പോർഷൻ ഫോർ ഫിക്സഡ് ഓയിൽസിലാണെങ്കിൽ ഓയിലിസ്റ്റ് വാട്ടറിസ്റ്റ് ഗമ്മിൻ്റെ റേഷ്യോ 4:2:1 ആണ്. ഫിക്സഡ് ഓയിലിൻ്റെ എക്സാമ്പിൾ വരുന്നതാണ് ആൽമണ്ട് ഓയിൽ, കാസ്റ്റർ ഓയിൽ, അറാക്കിസ് ഓയിൽ, കോഡ് ലിവർ ഓയിൽ എക്സെട്ര. നെക്സ്റ്റ് മിനറൽ ഓയിലിൻ്റെ ഓയിലിസ്റ്റ് വാട്ടറിസ്റ്റ് ഗം റേഷ്യോ എന്താണ്? 3:2:1. മിനറൽ ഓയിലിൻ്റെ എക്സാമ്പിൾ ആണ് ലിക്വിഡ് പാരഫിൻ. അതുപോലെ തന്നെ വോളറ്റൈൽ ഓയിലിൻ്റെ റേഷ്യോ ആണ് 2:2:1. ആൻഡ് എക്സാമ്പിൾ ആണ് വോളറ്റൈൽ ഓയിലിൻ്റെ പെപ്പർമിൻറ്റ് ഓയിൽ, സിനമൺ ഓയിൽ, ടർപ്പൻറ്റൈൻ ഓയിൽ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 64ൻ്റെത് ഓപ്ഷൻ എ ആൽമണ്ട് ഓയിൽ. ഓപ്ഷൻ ബിയിലെ പെപ്പർമിൻറ്റ് ഓയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ആൻ വോളറ്റൈൽ ഓയിൽ ആൻഡ് ഇറ്റ്സ് റേഷ്യോ ഓഫ് ഓയിൽ ഇസ് ടു വാട്ടർ ഇസ് ടു ഗമ്മസ് 2:2:1. ലിക്വിഡ് പാരഫിൻ ആണെങ്കിൽ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് മിനറൽ ഓയിൽ ആൻഡ് ദ റേഷ്യോ ഇസ് 3:2:1. സിനമം ഓയിൽ ഇസ് വോളറ്റൈൽ ഓയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 65. Oleogenous ointment base contain ഓപ്ഷൻ എ ലിക്വിഡ് പാരഫിൻ, ഓപ്ഷൻ ബി wool fat, ഓപ്ഷൻ സി beeswax, ഓപ്ഷൻ ഡി സോഡിയം ആൽജിനേറ്റ്. നമുക്കറിയാം ഓയിൽമെൻറ്റ് ബേസസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഒലിയോജിനസ് ബേസ് ഉണ്ട്, അബ്സോർപ്ഷൻ ബേസ് ഉണ്ട്, വാട്ടർ ഇൻ ഓയിൽ എമൽഷൻ ബേസ് ഉണ്ട്, ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ ബേസ് ഉണ്ട്, വാട്ടർ സൊല്യൂബിൾ അല്ലെങ്കിൽ മിസബിൾ ബേസ് ഉണ്ട്. ഒലിയോജിനസ് ബേസിൽ വൈറ്റ് പെട്രോലാക്ടം ഒരു സോഫ്റ്റ് പാരഫിൻ, അതുപോലെ ലിക്വിഡ് പാരഫിൻ, വൈറ്റ് ഓയിൽമെൻറ്റ്, യെല്ലോ ഓയിൽമെൻറ്റ്, ഇതൊക്കെ ഒലിയോജിനസ് ബേസിൽ വരുന്നതാണ്. അബ്സോർപ്ഷൻ ബേസിൻ്റെ പെർട്ടിക്കുലാരിറ്റി എന്താ? ഒലിയോജിനസ് ബേസ് പ്ലസ് വാട്ടർ ഇൻ ഓയിൽ സർഫക്റ്റൻ്റ് ആണ്. അതായത് അൻഹൈഡ്രസ് ലെനോളിൻ, അക്വാ ബേസ് ഒക്കെ അബ്സോർപ്ഷൻ ബേസിൽ വരുന്നതാണ്. വാട്ടർ ഇൻ ഓയിൽ എമൽഷൻ ബേസസ് ആണ് കോൾഡ് ക്രീം, ഹൈഡ്രസ് ലെനോളിൻ, റോസ് വാട്ടർ ഓയിൽമെൻ്റ് ഒക്കെ. ഓയിൽ ഇൻ വാട്ടർ എമൽഷൻ ബേസ് ആണ് ഹൈഡ്രോഫിലിക് ഓയിൽമെൻറ്റ്. വാട്ടർ സൊല്യൂബിൾ ഓർ വാട്ടർ മിസബിളിൻ്റെ എക്സാമ്പിൾ ആണ് പോളിയെത്തിലിൻ ഗ്ലൈക്കോൾസ് ഒക്കെ. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ എ ലിക്വിഡ് പാരഫിൻ. ഒലിയോജിനസ് ഓയിൽമെൻറ്റ് ബേസ് കണ്ടെയ്ൻ എ ലിക്വിഡ് പാരഫിൻ. ക്വസ്റ്റ്യൻ നമ്പർ 66. വിച്ച് ഇസ് എ പ്രോഡ്രഗ്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് പ്രോഡ്രഗ്? ഓപ്ഷൻ എ റിസർപ്പിൻ, ഓപ്ഷൻ ബി ലിവോഡോപ്പ, ഓപ്ഷൻ സി എമോക്സിസിലിൻ, ഓപ്ഷൻ ഡി സ്ട്രെപ്റ്റോമൈസിൻ. അപ്പോൾ പ്രോഡ്രഗ്സ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇറ്റ് ഇസ് എൻ ഇനാക്റ്റീവ് ഫോം ഓഫ് എ ഡ്രഗ് ആണ്. ആഫ്റ്റർ അഡ്മിനിസ്ട്രേഷൻ കൺവേർട്ടഡ് വിത്തിൻ ദ ബോഡി ടു ദ ഫാർമക്കോളജിക്കലി ആക്റ്റീവ് ഫോമായിട്ട് മാറും. നോവൽ ക്ലാസിഫിക്കേഷൻ രണ്ടായിട്ട് നമ്മളുടെ പ്രോഡക്ട്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2 പുതിയൊരു ക്ലാസിഫിക്കേഷനാണ്. ടൈപ്പ് 1 അനുസരിച്ച് ഇൻട്രാസെല്ലുലർലി ദാറ്റ് ഇസ് ദോസ് ഡ്രഗ്സ് ദാറ്റ് ഗെറ്റ് കൺവേർട്ടഡ് ടു ഇറ്റ്സ് ആക്റ്റീവ് ഫോം ഇൻട്രാസെല്ലുലർലി ആൻഡ് ദോസ് ഡ്രഗ്സ് വിച്ച് കൺവേർട്ട് ടു ആക്റ്റീവ് ഫോം എക്സ്ട്രാസെല്ലുലർലി, അതാണ് ടൈപ്പ് 2. എസ്പെഷ്യലി ഇൻ ദ ഡൈജസ്റ്റീവ് ഫ്ലൂയിഡ്സ് ഓഫ് സിസ്റ്റമിക് സർക്കുലേഷൻ, അത് ടൈപ്പ് 2. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് പ്രോഡ്രഗ്? ഓപ്ഷൻ ബി ലെവഡോപ്പയാണ് പ്രോഡ്രഗ്. ലിവോഡോപ്പയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പാർക്കിൻസൺസ് ഡിസീസ് ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡ്രഗാണ്, പ്രോഡ്രഗാണ്. ഇറ്റ് ഇസ് എ പ്രോഡ്രഗ് ഓഫ് ഡോപ്പമിൻ ദാറ്റ് ഇസ് അഡ്മിനിസ്ട്രേറ്റഡ് ടു പേഷ്യൻസ് വിത്ത് പാർക്കിൻസൺസ് ഡിസീസ് ഡ്യൂ ടു ഇറ്റ്സ് എബിലിറ്റി ടു ക്രോസ് ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ലിവോഡോപ്പ ഓൾവേസ് ഇറ്റ് ഗിവ്സ് അലോങ് വിത്ത് കാർബിഡോപ്പ, അതായത് ഒരു പെരിഫറൽ ഡോപ്പ ഡീകാർബോക്സിലേസ് ഇൻഹിബിറ്ററിൻ്റെ കൂടെയാണ് ലിവോഡോപ്പ കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ടു പ്രിവെൻറ്റ് ഇറ്റ്സ് മെറ്റബോളിസം അണ്ടിൽ ഇറ്റ് ക്രോസസ് ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. സോ ഓപ്ഷൻ എയിൽ റിസർപ്പിൻ നമുക്കറിയാം ആൻറ്റി ഹൈപ്പർടെൻസീവ് ആണ്. ഓപ്ഷൻ സിയിൽ അമോക്സിസിലിനും ഡിയിൽ സ്ട്രെപ്റ്റോമൈസിനും ആൻറ്റിബയോട്ടിക്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 67. വിച്ച് ഡ്രഗ് ഇൻഡ്യൂസ് പാർക്കിൻസോണിസം? ഓപ്ഷൻ എ പ്രൊമിത്താസിൻ, ബി ക്ലോർപ്രൊമാസിൻ, സി അസറ്റൈൽ കൊളീൻ, ഡി പ്രൊപ്രാനലോൺ. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ക്ലോർപ്രൊമാസിൻ. നമുക്കറിയാം ഡ്രഗ് ഇൻഡ്യൂസ് പാർക്കിൻസോണിസം എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ മൊമെൻറ്റ് ഡിസോർഡർ ആണ് വിച്ച് ഇസ്
induced by drug that affects dopamine and it is characterized by tremor, rigidity, etc. അപ്പോൾ ഈ ഡ്രഗ് ഇൻഡ്യൂസ് പാർക്കിൻസോൺസും ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് കാണിക്കും. അതായത് D2 റിസപ്റ്റർ ബ്ലോക്ക് ചെയ്യുന്ന മെജോറിറ്റി ഓഫ് ഡ്രഗ്സും ഡ്രഗ് ഇൻഡ്യൂസ് പാർക്കിൻസോൺസും കാണിക്കും. എക്സാമ്പിൾ ഓഫ് ഡ്രഗ് ഇൻഡ്യൂസ് പാർക്കിൻസോൺസും ഷോ ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ്, ദെൻ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റി ഡ്രഗ്സ്, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, ആൻറ്റി എപ്പിലെപ്റ്റിക്സ്, ഇതൊക്കെ. ഇതിൽ ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സിൻ്റെ പെക്യുലാരിറ്റി അവർ D2 റിസപ്റ്റർ ബ്ലോക്കേജ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഇറ്റ് ഷോസസ് ദിസ് എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്റ്റ്. എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്റ്റിൽ എന്തൊക്കെ വരും? പാർക്കിൻസോണിസം, അക്യൂട്ട് ഡിസ്റ്റോണിയ, അക്കതീഷ്യ, ടാർഡിവ് ഡിസ്കൈനീഷ്യ, ഇതൊക്കെയാണ് എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്ട്സിൽ വരുന്നത്. അപ്പോൾ ഈ ടിപ്പിക്കൽ സൈക്കോട്ടിക്സിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ ക്ലോർപ്രമാസിൻ എന്ന് പറയുന്നത്. ഇത് കൂടാതെ പ്രൊമാസിൻ, ഹാലോപിരിഡോൾ, പെർഫിനാസിൻ, പിമോസൈഡ്, ഇതൊക്കെ എന്താണ് എക്സാമ്പിൾസ് ഓഫ് ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 67ൻ്റെ ആൻസർ ആണ് ഓപ്ഷൻ ബി, ക്ലോർപ്രമാസിൻ. ഓപ്ഷൻ എയിലെ പ്രൊമെത്താസിൻ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ജനറേഷൻ ആൻറ്റി ഹിസ്റ്റമീനാണ്, ഹിസ്റ്റമിനിക്സ് ആണ്. ദെൻ ഓപ്ഷൻ സിയിൽ അസറ്റിൽ കൊളിൻ അറിയാം നമുക്ക്, ന്യൂറോ ട്രാൻസ്മിറ്റർ. ഓപ്ഷൻ ഡിയിലെ പ്രിപ്രാനോൾ എന്ന് പറയുന്നത് ഒരു നോൺ സെലക്റ്റീവ് ബീറ്റാ ബ്ലോക്കറാണ്. ക്വസ്റ്റ്യൻ നമ്പർ 68. HMG കോഎൻസൈം റിഡക്ടേസ് ഇൻഹിബിറ്റർ ഡ്രഗ്. തന്നിരിക്കുന്ന ഫോളോയിങ് ഡ്രഗ്സിൽ ഏതാണ് HMG കോഎൻസൈം റിഡക്ടേസ് ഇൻഹിബിറ്റർ? ഓപ്ഷൻ എ നിയാസിൻ, ബി ക്ലോഫിബ്രേറ്റ്, സി കോളിസ്റ്റൈറാമീൻ ആൻഡ് ഡി അറ്റോർവാസ്റ്റാറ്റിൻ. നമുക്കറിയാം HMG കോഎൻസൈം റിഡക്ടേസ് ഇൻഹിബിറ്റർ ഡ്രഗ് അത് എന്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ്? ദേ ആർ ഹൈപ്പോലിപ്പിഡമിക് ഡ്രഗ്സ് ഓർ ആൻറ്റി ഹൈപ്പർ ലിപ്പിഡമിക് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് അല്ലേ, ഡ്രഗ് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. സോ അത് നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഹൈപ്പോലിപ്പിഡമിക് ഡ്രഗ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് വൺ ഇസ് HMG കോഎൻസൈം റിഡക്ടേസ് ഇൻഹിബിറ്റേഴ്സ്. അതിൽ വരുന്നതാണ് ലോവാസ്റ്റാറ്റിൻ, അറ്റോർവാസ്റ്റാറ്റിൻ, സിംവാസ്റ്റാറ്റിൻ, പ്രാവാസ്റ്റാറ്റിൻ. സെക്കൻഡ് ആണ് ബൈൽ ആസിഡ് സെക്യുസ്ട്രൻസ്. അതിൽ വരുന്നതാണ് കോളിസ്റ്റൈറാമീൻ, കോളിസ്റ്റിപ്പോൾ. തേർഡ് ആണ് ഫൈബ്രിക് ആസിഡ് ഡെറിവേറ്റീവ്സ്. അതിൽ വരുന്നതാണ് ക്ലോഫിബ്രേറ്റ്, ജെൻഫിബ്രോസിൽ, ഫിനോഫിബ്രേറ്റ്. ദെൻ ഫോർത്തിൽ വരുന്നതാണ് ദോസ് ഡ്രഗ്സ് ദാറ്റ് ഇൻഹിബിറ്റ് ലിപ്പോളിസിസ് ആൻഡ് ട്രൈഗ്ലിസറൈഡ് സിന്തസിസ്. അതിൽ വരുന്നതാണ് നിയാസിൻ ഓർ നിക്കോട്ടിനിക് ആസിഡ്. ദെൻ ലാസ്റ്റിൽ വരുന്നതാണ് കൊളസ്ട്രോൾ അബ്സോർപ്ഷൻ ഇൻഹിബിറ്ററിൻ്റെ എക്സാമ്പിളാണ് എസറ്റിമൈബ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ HMG കോഎൻസൈം റിഡക്ടേസ് ഇൻഹിബിറ്റേഴ്സ് അവരെന്താ ചെയ്യുന്നത്? നമുക്കറിയാം HMG കോഎൻസൈം റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈം കൊളസ്ട്രോൾ സിന്തസിസിൻ്റെ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പിൽ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈമാണ്. അതായത് HMG കോഎൻസൈമെ മെമലനേറ്റ് ആയിട്ട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് HMG കോഎൻസൈം റിഡക്ടേസ് എൻസൈം. സോ ഇതിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ വാട്ട് ഹാപ്പൻസ് ഇസ് എന്തുണ്ടാവില്ല, ഫർദർ പ്രോസസ്സ് നടക്കത്തില്ല, അല്ലെ ഫർദർ ചെയിൻ ബ്രേക്ക് ആവും, കൊളസ്ട്രോൾ സിന്തസിസ് ഫൈനലി നടക്കത്തില്ല, ഫർദർ മെവലനേറ്റ് ചെയ്യുന്ന അടുത്ത സബ്സ്ട്രേറ്റ്സ് ഉണ്ടാവത്തില്ല, അങ്ങനെ ഫൈനലി കൊളസ്ട്രോൾ സിന്തസിസ് നടക്കില്ല. സോ HMG കോഎൻസൈം റിഡക്ടേസ് ഇൻഹിബിറ്റേഴ്സ് ദേ ബ്ലോക്ക് ദിസ് എൻസൈം ആൻഡ് thereby they reduces the cholesterol level in the body. And hypolipidemic drugs are used to treat the high levels of fat such as cholesterol in the blood. So 68th question ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, അറ്റോർവാസ്റ്റാറ്റിൻ. ഇതോടുകൂടി നമ്മുടെ പാർട്ട് 5 ഡിസ്കഷൻ അവസാനിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക, അതുപോലെ ഷെയർ ചെയ്യുക, ഉപകാരപ്രദമായി തോന്നിയാൽ ഷെയർ ചെയ്യുക. താങ്ക് യു.